പെട്രോൾ എഞ്ചിൻ്റെ ഇഞ്ചക്ടറും മൾട്ടിമീറ്ററും അതേപോലെ നമ്മൾ ഓട്ടോമോട്ടീവ് ടെസ്റ്ററും വെച്ചിട്ട് എന്ത് ചെയ്യുക ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിൻ്റെ കണക്ഷൻസും സപ്ലൈയും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മൾട്ടിമീറ്റർ നമ്മൾ എന്ത് ചെയ്യുക DC മോഡിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക സെറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം മൾട്ടിമീറ്ററിൻ്റെ ബ്ലാക്ക് വയർ ബാറ്ററിയുടെ നെഗറ്റീവായിട്ട് കണക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഓരോ ഇഞ്ചക്ടറിലേക്കും വരുന്ന സപ്ലൈസ് ചെക്ക് ചെയ്യാണ്. 2 കണക്ഷൻസാണ് വരുന്നത്. ഫസ്റ്റ് ബില്ലിൽ നമ്മൾ എന്ത് ചെയ്യുക കണക്ട് ചെയ്യുക. ഫസ്റ്റ് ബില്ലിൽ നമുക്കൊരു 3.117 എന്ന് പറയുന്ന വോൾട്ടേജ് വന്നിട്ടുണ്ട്. ഇതൊരു സിഗ്നൽ പൾസ് വോൾട്ടേജ് ആയിട്ട് മാറുന്ന കണക്ഷനാണ്. ഇനി രണ്ടാമത്തെ കണക്ഷൻ നോക്കി നോക്കുക. ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് 12 വോൾട്ടേജ് സപ്ലൈ വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ 3 ഇഞ്ചക്ടറും ചെക്ക് ചെയ്യാൻ പോവുകയാണ്. രണ്ടാമത്തെ ഇഞ്ചക്ടറിൽ നമുക്ക് വരുന്നത് പൾസായിട്ട് വരുന്നതും 3.110 വരുന്നുണ്ട്. അതേപോലെ തന്നെ 12.32 നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് 12 വോൾട്ടേജ് പോസിറ്റീവ് സപ്ലൈ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കണക്ഷൻ, ഈ ഒരു പോസിറ്റീവ് സപ്ലൈ വന്നിട്ടിരിക്കുന്ന ഈ ഒരു 3.110 വന്നിരിക്കുന്ന ഈ കണക്ഷനാണ് ECM എന്ന് കൊടുക്കുന്ന പൾസായിട്ട് മാറുക. ഇഞ്ചക്ടർ വർക്ക് ചെയ്യുന്ന സമയത്തുള്ള പൾസായിട്ട് മാറുന്ന ഈ ഒരു കണക്ഷനാണ്. ഇനി മൂന്നാമത്തെ ഇഞ്ചക്ടറിലേക്കുള്ള കണക്ഷൻ നോക്കി നോക്കാം. നമ്മൾ മൂന്നാമത്തെ ഇഞ്ചക്ടറിൽ നമുക്ക് 12 വോൾട്ടേജ് സപ്ലൈ വന്നിട്ടുണ്ട്. ഇതിൽ നോക്കി നോക്കൂ നിങ്ങൾ, ഇതിൽ എന്ത് ചെയ്യണില്ല 0.08 വോൾട്ടേജാണ് എന്ത് ചെയ്യുന്നത് വന്നിട്ടുള്ളത്. അതിനർത്ഥം ECM എന്ന് വരുന്ന പൾസ് കൊടുക്കുന്ന കണക്ഷൻ എന്ത് ചെയ്യില്ല ഈ മൂന്നാമത്തെ ഇഞ്ചക്ടറിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ ഈ മൂന്നാമത്തെ ഇഞ്ചക്ടറിൽ എന്ത് ചെയ്യില്ല വർക്ക് ആവില്ല. അപ്പോൾ 2 കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. ഒന്നെങ്കിൽ വയറിംഗ് ഇഷ്യൂസ്, അതായത് നമ്മളെ ഈ ഒരു കളർ കോഡ് കണ്ടോ, ഈ ബ്ലൂവിൽ വൈറ്റ് വരുന്ന ഈ ഒരു കളറാണ് നമ്മളെ ഇഞ്ചക്ടറിൽ നിന്ന് വരുന്ന കണക്ഷനായിട്ട് ഈ വണ്ടിയിലുള്ളത്. A-സ്റ്റാറാണ് നമ്മളെ വണ്ടി, ഇതിലുള്ള ഈ കളറാണ്. ഓരോ വണ്ടിയിലും വ്യത്യസ്തമായിരിക്കും. ഇവിടെ തൊട്ടിട്ട് നമ്മളെ ECM ഇതായിരിക്കണം കണ്ടോ, ECM വരുന്നുള്ള വരെയുള്ള വയർ നമ്മൾ എന്ത് ചെയ്യണം ട്രാക്ക് ചെയ്ത് നോക്കണം. ഓക്കെ, വയറിങ്ങിന് പ്രശ്നം ഇല്ല എങ്കിൽ പിന്നീട് വരുന്ന പ്രശ്നം നമ്മൾ ECMനകത്തായിരിക്കും. കാരണം ECM എന്നാണ് എന്ത് ചെയ്യേണ്ടത് നെഗറ്റീവ് സപ്ലൈ ഇങ്ങോട്ടേക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു 2 കണക്ഷനിൽ നമുക്ക് സപ്ലൈ വരുന്നുണ്ട്. മൂന്നാമത്തെ കണക്ഷനിൽ എന്ത് ചെയ്യണില്ല വരുന്നില്ല. നമുക്ക് ഈ എഞ്ചിനൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. വണ്ടിക്ക് നല്ലതായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് നോക്കിങ് നന്നായിട്ടുണ്ട്. വണ്ടി അപ്പം തന്നെ ഓഫായി പോകുന്നുണ്ട്. ഈ ഒരു ലാസ്റ്റ് കംപ്ലൈൻ്റ് ആയിട്ടുള്ള ഇഞ്ചക്ടറിൻ്റെ കപ്ലർ ഞാൻ ഊരിട്ടിട്ടുണ്ട്. ഉണ്ടോ, ഊരിട്ട് കഴിഞ്ഞാൽ അതേ അവസ്ഥ, നമ്മൾ ഊരി കഴിഞ്ഞാലും നമ്മൾ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാലും ഒരേ രീതിയിലാണ് എന്ത് ചെയ്യുന്നത് നോക്കിങ് നിൽക്കുന്നത്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ കംപ്ലൈൻറ്റ് കൃത്യമായിട്ട് നമ്മൾ കണ്ടെത്തി. മൂന്നാമത്തെ ഇഞ്ചക്ടറിലേക്ക് എന്ത് ചെയ്യുന്നില്ല നെഗറ്റീവ് പൾസ് വരുന്നില്ല. സ്മാർട്ട് ഓട്ടോമോട്ടീവ് ട്രെയിനിംഗ് സെന്റർ എടപ്പൽ മലപ്പുറം കേരള. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 8086610685.